ദേശാഭിമാനി ഫെബ്രുവരി 3 തിങ്കൾ. വാർത്തകൾ വായിക്കുന്നത് KT ബാലകൃഷ്ണൻ സനോര. കേരളത്തെ കുത്തി കേന്ദ്രമന്ത്രിമാർ. അവഹേളനവുമായി ജോർജ് കുര്യനും സുരേഷ് ഗോപിയും. പരാമർശത്തിൽ പ്രതിഷേധം ശക്തം. കേന്ദ്ര ബജറ്റിലെ കേരള വിരുദ്ധത വാസ്തവം പറയാതെ മാധ്യമങ്ങൾ. ബജറ്റ് വളർച്ച 0. റെയിൽവേക്ക് നയാ പൈസയുടെ വർധനയില്ല. വിദ്യാഭ്യാസ മേഖലയ്ക്ക് കടുത്ത അവഗണന. വായനക്കാരെ വിഡ്ഢികളാക്കിയ പരസ്യം മാധ്യമധാർമ്മികതയുടെ ലംഘനം. പത്രങ്ങൾക്ക് പ്രസ് കൗൺസിൽ നോട്ടീസ് അയച്ചു. 2 വയസ്സുകാരുടെ കൊലപാതകം, സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അമ്മ അറസ്റ്റിൽ. കാലിക്കറ്റ് സർവകലാശാല നിയമവിരുദ്ധ നിയമന വിജ്ഞാപനം സിൻഡിക്കേറ്റ് റദ്ദാക്കി. പുത്തൻ ദിശാബോധം പകർന്ന് വിദേശ വിദ്യാഭ്യാസ പ്രദർശനം. കുംഭമേളയിലെ ദുരന്തം ഗൂഢാലോചന സിദ്ധാന്തവുമായി UP സർക്കാർ. കുംഭമേളയിൽ പ്രകാശ് രാജ് വ്യാജ ചിത്രം പ്രചരിപ്പിച്ച നിർമ്മാതാവിനെതിരെ കേസ്. ഇന്ത്യയുടെ കൗമാരച്ചിരി. അണ്ടർ 19 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ വീണ്ടും ജേതാക്കൾ. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചു. വിജയാഘോഷം. നെതന്യാഹു അമേരിക്കയിലേക്ക്. വാർത്തകൾ വിശദമായി. മോദി സർക്കാരിന്റെ കേരള വിരുദ്ധ ബജറ്റിന് പിന്നാലെ സ്വന്തം നാടിനെ അവഹേളിച്ച് BJP കേന്ദ്രമന്ത്രിമാർ. അർഹമായ വിഹിതം കിട്ടാൻ പിന്നോക്ക സംസ്ഥാനമാണെന്ന് കേരളം ആദ്യം സ്വയം പ്രഖ്യാപിക്കണമെന്ന് ജോർജ് കുര്യൻ ബജറ്റ് ദിനത്തിൽ പറഞ്ഞതിന് പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് തൃശൂർ MP കൂടിയായ സുരേഷ് ഗോപി കേരളത്തെ വെല്ലുവിളിച്ചത്. ബജറ്റിൽ അവഗണിക്കപ്പെട്ടെന്ന് കേരളം നിലവിളിച്ചതുകൊണ്ട് കാര്യമില്ലെന്നും ചുമ്മാ പുലമ്പിയാൽ പോരെന്നുമാണ് ഞായറാഴ്ച ഡൽഹിയിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ സുരേഷ് ഗോപി പറഞ്ഞത്. അധിക്ഷേപങ്ങൾക്കെതിരെ സംസ്ഥാനത്ത് ശക്തമായ പ്രതിഷേധമുയർന്നു. തിരുത്താൻ ഇരുവരും തയ്യാറായിട്ടില്ല. കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ നിരന്തര അവഗണനയെ പ്രോത്സാഹിപ്പിക്കും വിധം മുമ്പും സുരേഷ് ഗോപി പരാമർശം നടത്തിയിട്ടുണ്ട്. കേരളത്തിന് അർഹമായത് കിട്ടാൻ യോജിച്ചു നിൽക്കുന്നതിന് പകരം അവഹേളിക്കാനാണ് ശ്രമമെന്ന് കേന്ദ്രമന്ത്രിമാരുടെ പരാമർശങ്ങൾ പ്രതികരിച്ച് CPM ലോക്സഭാ നേതാവ് K രാധാകൃഷ്ണൻ പറഞ്ഞു. ഇതിനിടെ ഗോത്രവിഭാഗങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാൻ ഉന്നത കുലജാതൻ ആദിവാസി ക്ഷേമ മന്ത്രിയാകണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ട്രൈബൽ വകുപ്പിന്റെ മന്ത്രിയാക്കണമെന്നത് തന്റെ ആഗ്രഹമായിരുന്നു. 2016 MP ആയ ആ കാലഘട്ടം മുതൽ താൻ മോദിജിയോട് പറയുന്നുണ്ടെന്നും ട്രൈബൽ തരൂ എന്ന്. മതമായപ്പോൾ പരാമർശം പിൻവലിച്ചു. ഹൃദയത്തിൽ നിന്ന് വന്ന വാക്കുകൾ വളച്ചൊടിച്ചെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. 5% പണപ്പെരുപ്പം കൂടി കണക്കിലെടുക്കുമ്പോൾ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചത് 5 പൈസയുടെ പോലും വർധനവില്ലാത്ത ബജറ്റ്. മുൻവർഷത്തെ ബജറ്റ് 48.20 ലക്ഷം കോടി രൂപയുടേതായിരുന്നു. ഇപ്പോഴത്തേത് 50.65 ലക്ഷം കോടിയുടേതും. പൊതുച്ചെലവിൽ വരുത്തിയ വെട്ടിക്കുറവും പിശുക്കും രാജ്യത്തിന്റെ സാങ്കേതിക ഭദ്രത തകർക്കും. GDPയുടെ 0.5%, ബജറ്റിന്റെ 2% മാത്രം വരുന്ന തുച്ഛമായ തുകയാണ് കേന്ദ്ര ബജറ്റിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വകവരുത്തിയതെന്ന് SFI പ്രസ്താവനയിൽ പറഞ്ഞു. റെയിൽവേ വികസനത്തിലുള്ള മുതൽമുടക്ക് ഓരോ വർഷവും വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്ന കീഴ്വഴക്കത്തിന് മോദി സർക്കാർ അന്ത്യം കുറിച്ചു. റെയിൽവേക്ക് മൂലധന ചെലവിനായി അനുവദിച്ച വിഹിതത്തിൽ നയാ പൈസയുടെ വർധനവില്ല. തൊഴിലാളി വിരുദ്ധ ജനദ്രോഹ കേന്ദ്ര ബജറ്റിനെതിരെ ഫെബ്രുവരി 5 CITU നേതൃത്വത്തിൽ രാജ്യത്ത് വൻ പ്രതിഷേധമുയരും. തൊഴിലാളി വർഗത്തിന്റെ ദുരിതങ്ങളും ആശങ്കകളും അഭിസംബോധന ചെയ്യാതെ കൂടുതൽ കൊള്ളയെടുക്കാനുള്ള വഞ്ചനാപരമായ മാർഗമായി ബജറ്റ് മാറിയെന്ന് CITU വ്യക്തമാക്കി. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളെയും തുല്യനീതിയിൽ കാണേണ്ട കേന്ദ്ര സർക്കാർ കേരളത്തെ ബജറ്റിന്റെ പടിക്ക് പുറത്തു നിർത്തിയിരിക്കുകയാണ് അവഗണിച്ചതിന് കാണാതെ മലയാള മാധ്യമങ്ങൾ. അവകാശപ്പെട്ടത് അനുവദിക്കാതിരുന്നതിനെ തുറന്നു കാണിക്കാതെ ബജറ്റ് അവതരണത്തിനെത്തിയ മന്ത്രി ഉടുത്ത സാരിയുടെ പ്രത്യേകതയും കുറഞ്ഞ ശതമാനത്തിന് മാത്രം ഗുണം ചെയ്യുന്ന ആദായ നികുതി ഇളവിന്റെ മഹിമയും മാത്രമാണ് ഭൂരിപക്ഷം മാധ്യമങ്ങളും മലയാളത്തിൽ വാർത്തയാക്കിയത്. പട്ടികജാതി പട്ടികവർഗ ഏകോപന പദ്ധതിയിൽ നിന്നും കേന്ദ്ര സർക്കാർ പിൻവാങ്ങിയതിനാൽ ബജറ്റ് വിഹിതത്തിൽ കുറവുണ്ടായതായി പട്ടിക വിഭാഗം വികസന മന്ത്രി OR കേളു പറഞ്ഞു. രാജ്യത്തിന് വഴികാട്ടിയായ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റിൽ പ്രഖ്യാപിച്ച പല പദ്ധതികളും കേരളം നേരത്തെ നടപ്പാക്കിയത്. പ്രഖ്യാപിച്ച പദ്ധതികൾക്ക് സമാനമായ പദ്ധതികൾ വർഷങ്ങൾക്ക് മുമ്പ് സംസ്ഥാനത്ത് നടപ്പാക്കി വിജയം കണ്ടവയാണ്. കേരളത്തെ ദരിദ്രമാക്കണമെന്നാണ് കേന്ദ്രമന്ത്രിമാരുടെ സംസ്ഥാനത്തെ BJP നേതാക്കളും ഒരുപോലെ ആഗ്രഹിക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ പറഞ്ഞു. പാവപ്പെട്ടവരെയും സാധാരണക്കാരെയും ഇത്രയേറെ അപമാനിക്കുന്ന ബജറ്റ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. വാർത്തയെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യം നൽകി ജനങ്ങളെ ആശങ്കയിലാക്കിയ പത്രങ്ങൾക്ക് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കാരണം കാണിക്കൽ നോട്ടീസ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ആശങ്കയിലാക്കുകയും ചെയ്ത ഉള്ളടക്കം പ്രസിദ്ധീകരിച്ച് മാധ്യമധാർമ്മികതയുടെ ലംഘനമാണെന്ന് നോട്ടീസിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ജനുവരി 24 ദേശാഭിമാനി ഒഴികെ മലയാള പത്രങ്ങൾ 1-ാം പേജിൽ പൂർണ്ണ പേജ് പരസ്യം പ്രസിദ്ധീകരിച്ച് വായനക്കാരെ വിഡ്ഢിയാക്കിയത്. തിരുവനന്തപുരം ബാലരാമപുരം കോട്ടുകാൽ കോണത്ത് കൊല്ലപ്പെട്ട 2 വയസ്സുകാരി ദേവനന്ദയുടെ അമ്മ ശ്രീതുവിനെ സാമ്പത്തിക തട്ടിപ്പിന് അറസ്റ്റ് ചെയ്തു. ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നായി ശ്രുതി ലക്ഷക്കണക്കിന് രൂപ തട്ടിയതായി പരാതി ലഭിച്ചിരുന്നു.
സർക്കാരിന്റെ അനുമതി വാങ്ങാതെയും സിൻഡിക്കേറ്റിന്റെ അധികാരം കവർന്നും ഇറക്കിയ താൽക്കാലിക നിയമന വിജ്ഞാപനം കാലിക്കറ്റ് സർവകലാശാല റദ്ദാക്കി. വിജ്ഞാപനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സ്റ്റാഫ് അസോസിയേഷൻ സ്ഥിരം സമിതി കൺവീനർ അഡ്വക്കേറ്റ് എം ജി ലിജീഷ് വൈസ് ചാൻസലർക്ക് കത്ത് നൽകിയിരുന്നു. വിദേശ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് പുത്തൻ ദിശാബോധം പകർന്ന് വിദ്യാഭ്യാസ പ്രദർശനം. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ഓവർസീസ് ഡെവലപ്മെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് പ്രൊമോഷൻ കൺസൾട്ടൻസ് ഓപ്ടെക് സംഘടിപ്പിച്ച വിദേശ വിദ്യാഭ്യാസ പ്രദർശനത്തിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പങ്കാളികളായി. 1ാം ക്ലാസ് പ്രവേശനത്തിന് പോലും എൻട്രൻസ് പരീക്ഷ നടത്തുന്ന ചില സ്വകാര്യ സ്കൂളുകളുടെ രീതി കേരളത്തിൽ നടക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കച്ചവട താൽപര്യത്തോടെ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കെതിരെ സർക്കാർ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. സ്മാർട്ട് മീറ്റർ സ്ഥാപിച്ച് കോർപ്പറേറ്റുകൾക്ക് കൊള്ളലാഭമുണ്ടാക്കാനുള്ള കേന്ദ്ര നീക്കം തകർത്ത് കേരളം. ഇതിനായി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മാതൃകയിൽ പദ്ധതി നടപ്പാക്കാൻ ടെൻഡറായി. ഉപഭോക്താക്കൾക്ക് പ്രതിമാസം എത്ര യൂണിറ്റ് വൈദ്യുതി ആവശ്യമുണ്ടെന്നറിയാനും ഉപഭോഗം കൂടുതൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നതാണ് സ്മാർട്ട് മീറ്ററുകൾ. നെന്മാറ ഇരട്ട കൊലപാതക കേസിലെ പ്രതി ചെന്താമരിയെ ചൊവ്വാഴ്ച രാവിലെ കസ്റ്റഡിയിൽ വാങ്ങി സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ഇതിനായി കോടതിയിൽ തിങ്കളാഴ്ച പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിലാണ് ഇപ്പോൾ ചെന്താമരയുള്ളത്. വയനാട് പുൽപ്പള്ളി അമരക്കുരിയിൽ നിന്നും പിടികൂടി ബത്തേരി കുപ്പാടി കടുവ പരിചരണ കേന്ദ്രത്തിൽ പാർപ്പിച്ച കടുവയെ തിരുവനന്തപുരം മൃഗശാലയിലേക്ക് കൊണ്ടുപോയി. അണ്ടർ-19 വനിതകളുടെ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഇന്ത്യ നിലനിർത്തി. മലയാളിയായ വിജയ് ജോഷിത ഉൾപ്പെടെ ടീം ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 9 വിക്കറ്റിന് തോൽപ്പിച്ചു. 7 കളിയും ജയിച്ചാണ് തുടർച്ചയായി 2ാം തവണയും ലോക കിരീടം ഉയർത്തിയത്. ICC അണ്ടർ-19 വനിതാ 2020 ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ ടീമിനെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഫൈനലിൽ കരുത്തന്മാരായ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ വിജയം നേടിയാണ് തുടർച്ചയായ 2ാം തവണയും ഇന്ത്യൻ ടീം ലോക കിരീടത്തിൽ മുത്തമിട്ടത്. പ്രയാഗ്രാജിലെ കുംഭമേളയിലുണ്ടായ തിക്കിലും തിരക്കിലും നിരവധി പേർ കൊല്ലപ്പെട്ടതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന വാദവുമായി UP സർക്കാരും ദുരന്തം അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷനും. ഗൂഢാലോചന സിദ്ധാന്തം തെളിയിക്കുന്നതിനായി ദുരന്തമുണ്ടായ ഘട്ടത്തിൽ ഗംഗ യമുന സംഗമസ്ഥാനത്തുണ്ടായിരുന്ന 16,000 പേരുടെ ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചതായി UP സർക്കാർ വ്യക്തമാക്കി. നടൻ പ്രകാശ് രാജ് മഹാകുംഭമേളയിൽ പങ്കെടുത്തെന്ന തരത്തിൽ വ്യാജ ചിത്രം പ്രചരിപ്പിച്ച നിർമ്മാതാവിനെതിരെ കേസെടുത്തു. കന്നഡ സിനിമാ നിർമ്മാതാവ് പ്രശാന്ത് സാംബർഗിനെതിരെയാണ് മൈസൂരു ലക്ഷ്മിപുരം പോലീസ് കേസെടുത്തത്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ പ്രസംഗവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയുടെ പരാമർശത്തിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ദ്രൗപദി മുർമുവിനെ പാവം എന്ന് വിളിച്ചതിനെതിരെയാണ് പരാതി. ലോകവാർത്തകൾ. ഹമാസിനുമേൽ നേടിയ വിജയം ആഘോഷിക്കാൻ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു വൈറ്റ് ഹൌസ് സന്ദർശിക്കാനിരിക്കെ വെസ്റ്റ് ബാങ്കിലെ ജെനിൻ അഭയാർത്ഥി ക്യാമ്പിൽ ആക്രമണം കൂടുതൽ ശക്തമാക്കി ഇസ്രായേൽ. ജെനിൻ ഉൾപ്പെട്ട വെസ്റ്റ് ബാങ്കിലെ പല മേഖലകളും ഞായറാഴ്ച സ്ഫോടനമുണ്ടായി. രാജ്യമായ റുവാണ്ടയുടെ പിന്തുണയുള്ള വിമതർ ഒരാഴ്ചയായി തുടരുന്ന ആക്രമണത്തിൽ കിഴക്കൻ കോങ്കോവിലെ ഗോവയിൽ 773 പേർ കൊല്ലപ്പെട്ടു. അധിക തീരുവ ചുമത്തി വരുതിയിലാക്കാൻ ശ്രമിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ ശക്തമായ വിമർശനവുമായി മെക്സിക്കോ പ്രസിഡന്റ് ഗ്ലാഡിയോ ഷിൻബാം രംഗത്തെത്തി. കോഴിക്കോട് ജില്ലാ വാർത്തകൾ. ജില്ലയിലെ കായിക താരങ്ങൾക്ക് ഷട്ടിൽ ബാഡ്മിന്റൺ മേഖലയിൽ സംസ്ഥാന രാജ്യാന്തര ലോകോത്തര അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി ജില്ലാ സ്പോർട്സ് കൗൺസിൽ ബാഡ്മിന്റൺ അക്കാദമി ആരംഭിക്കുന്നു. കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ദിവസവും വൈകിട്ട് 4:30 മുതൽ രാത്രി 8 വരെയാണ് പരിശീലനം. ഓമശ്ശേരി പുത്തൻ വെള്ളാരംചാലിൽ ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റിൽ തീപിടുത്തം. 4 ലക്ഷത്തോളം രൂപയുടെ ഫർണിച്ചറുകൾ കത്തിനശിച്ചു. കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാടുക, നവകേരളത്തിനായി അണിചേരുക എന്ന മുദ്രാവാക്യമുയർത്തി 14, 15, 16 തീയതികളിൽ കോഴിക്കോട് നടക്കുന്ന KST സംസ്ഥാന സമ്മേളനത്തിന്റെ പതാക ദിനം തിങ്കളാഴ്ച ആചരിക്കും. അക്കാദമിക മികവിനോട് ഇടപെടലിനോടൊപ്പം സേവന രംഗത്തും സന്നദ്ധമാക്കാൻ കൂടുതൽ പേരെ സജ്ജമാക്കി KST സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി അരികിലുണ്ട് അധ്യാപകർ സന്ദേശവുമായി സംസ്ഥാന തലത്തിൽ ബ്രിഗേഡ് വരുന്നു. 15 നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുസമ്മേളന വേദിയിൽ ബ്രിഗേഡിന്റെ ലോഞ്ചിംഗ് പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ബാലസംഘം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കേളൂട്ടൻ സ്മാരക അക്ഷരോത്സവം 15ാം പതിപ്പ് സമാപിച്ചു. ജില്ലാതല അക്ഷരോത്സവം മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാന സെക്രട്ടറി DS സന്ദീപ് ഉദ്ഘാടനം ചെയ്തു. സൗദിയിലെ റിയാദ് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് കോടമ്പുഴ അബ്ദുറഹിമാന്റെ മോചനം പരിഗണിക്കുന്നത് റിയാദ് ക്രിമിനൽ കോടതി വീണ്ടും മാറ്റി. സാങ്കേതിക പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് ഇത്തവണ കേസ് മാറ്റിവെച്ചത്. രാമനെട്ടുകരിയിൽ മദ്യപാനത്തിനിടെ യുവാവിനെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് കുത്തിയും മർദ്ദിച്ചും കൊലപ്പെടുത്തി. മലപ്പുറം കൊണ്ടോട്ടി മുതുവല്ലൂർ പഞ്ചായത്ത് നീരാടുനെല്ലിൽ മകൻ ഷിബിൻ ആണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ രാമനാട്ടുകര വൈദ്യരങ്ങാടി സ്വദേശി ഇജാസ് ഉൾപ്പെടെ ഏതാനും പേരെ ഫാറൂഖ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. മേപ്പയൂർ പഞ്ചായത്ത് ജനകീയ സാംസ്കാരികോത്സവം മേപ്പയൂർ ഫെസ്റ്റിൽ തിരിതെളിഞ്ഞു. മന്ത്രി OR കേളു ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് KT രാജൻ അധ്യക്ഷനായി. മെഡിക്കൽ കോളേജിൽ നടന്ന ആരോഗ്യ സർവകലാശാല ഇൻഡോർ
ക്രിക്കറ്റിൽ ഇന്റർസോൺ ക്രിക്കറ്റിൽ ടൂർണമെന്റിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ചാമ്പ്യന്മാരായി. ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജ് 2ഉം കരുണ മെഡിക്കൽ കോളേജ് 3ഉം സ്ഥാനം നേടി. കളിക്കളം വാർത്തകൾ. വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഭാവി ശോഭനം. മിതാലി രാജ്, ഹിമാൻപ്രീത് കൗർ, ജുലൻ ഗോസ്വാമി, സ്മൃതി മന്ദാന തുടങ്ങിയവർക്ക് പിൻഗാമികളായി സീനിയർ തലത്തിലേക്ക് ഉയരാൻ പ്രതിഭയുള്ള ഒരുപിടി താരങ്ങൾ കൗമാര ലോകകപ്പിൽ ഇന്ത്യയെ ഉയർത്തി. തുടർച്ചയായി 2ാം തവണ ലോകകപ്പ് ജേതാക്കളാകുന്നത് ആധികാരിക ജയത്തോടെ. 7 കളികളിലും ഇന്ത്യയുടേത് സമഗ്ര ആധിപത്യം. ലോകകപ്പിലെ താരമായി തിളങ്ങിയ ഗോംഗഡി തൃഷ്ണ ഫൈനലിൽ പ്ലെയർ ഓഫ് ദ മാച്ചായി 19-കാരി പ്ലെയർ ഓഫ് ദ ടൂർണമെന്റുമായി.